എല്ലാവർക്കും നമസ്കാരം. ഗൗരീസ് ടേസ്റ്റ് ബഡ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചേനയുടെ ഇല വെച്ചിട്ടാണ്. ചേനയുടെ തളിരില വരുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ചേനയുടെ ഇല ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ചീരയുടെ ഇലയൊക്കെ അരിയുന്ന പോലെ തന്നെ ചെറുതാക്കി അരിയണം. ഈ ചേനയുടെ ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് കുമ്പളത്തിൻ്റെ ഇലയോ മത്തയുടെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ തോരൻ വയ്ക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ ഒരു പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവോളയും അതുപോലെ 3 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോളയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വേറെ ഇതിലെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചേനയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചേനയുടെ ഇലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.